ഇനിയും ഈ പറഞ്ഞ ക്രൈസ്തവർ ഈ മണിപ്പൂരും നോർത്ത് ഇന്ത്യയും നോക്കിക്കൊണ്ടിരിക്കണമെങ്കിൽ നിങ്ങളുടെ ശവക്കുഴി നിങ്ങൾ തന്നെ തോന്നുന്നതിന് തുല്യം. പിന്നെ ഈ പറയുന്ന കേരള പോലീസ് ഈ തിട്ടൂര ഇറക്കുന്നതിന്റെ പിന്നിൽ ആരെ വിളിപ്പിക്കാനും ആരെ രക്ഷിക്കാനും എന്നിവിടെ എല്ലാവർക്കും അറിയാം. കേരള പോലീസിൽ തന്നെ IS ബന്ധമുള്ള തീവ്രവാദ ബന്ധമുള്ള പലരും ഉണ്ടായിരുന്നിട്ട് പോലും അവരെ സ്ഥലം മാറ്റി ആണ് കേരള പോലീസ് നടപടി എടുത്തിട്ടുള്ള കേരള പോലീസിന്റെ തലപ്പത്തുള്ളവർ. അവർ ഇന്നലെ നടന്ന വിഷയത്തെ ഞങ്ങളെ പോലുള്ളവർക്ക് പ്രതികരിക്കാൻ, അതായത് ഇവിടുത്തെ മീഡിയകളെല്ലാം അത് ആ വാർത്തയെ മുക്കിയിട്ട് അത് ജസ്റ്റ് ഒരു ആക്സിഡന്റ് പോലെ ആക്കി തീർക്കുകയാണ് ഇന്നലെ ഉണ്ടായത്. 24 ന്യൂസ് എല്ലാം പറയുന്നത് വണ്ടി തട്ടി, ഇടിച്ചെന്നല്ല, വണ്ടി തട്ടി വൈദികൻ വീണു എന്നാണ് വാർത്ത കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതേപോലത്തെ നരേഷൻ കൊണ്ടുവന്നിട്ട് ഇസ്ലാമിനെ അല്ലെങ്കിൽ ജിഹാദികളെ വെളുപ്പിക്കാനാണ് കേരള പോലീസിന്റെ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളെയും തീരുമാനമെങ്കിൽ പ്രതിരോധിക്കാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. ഞങ്ങൾ ഇനിയും രാവിലെ തൊട്ടേ ഞാൻ പോസ്റ്റിംഗ് ഫേസ്ബുക്കിനകത്ത് ഇട്ടുകൊണ്ട് തന്നെ ഇരിക്കും. അതുകൊണ്ട് ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കാമെന്ന് കേരള പോലീസും അല്ലെങ്കിൽ ഇവിടുത്തെ ഭരണ പ്രതിപക്ഷ കക്ഷികളും വിചാരിക്കേ വേണ്ട. പിന്നെ ഈ പറയുന്ന മധ്യസ്ഥ ഇതിനകത്ത് വന്നിട്ട് ഇന്നലെ നടന്ന വിഷയത്തെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് അവരൊരു കോംപ്രമൈസ് ചെയ്യാനാണ് സഭാ നേതൃത്വത്തിന്റെ തീരുമാനമെങ്കിൽ ഇന്നലെ രാത്രിയിൽ ഇറങ്ങിയ ജനങ്ങളെ കണ്ടല്ലോ, വിശ്വാസികളെ കണ്ടല്ലോ, അവർ അവിടെ വിളിച്ച മുദ്രാവാക്യവും കണ്ടു. ഇത് സഭ നേതൃത്വത്തിനെതിരെയും കൂടെ ഉള്ള ഒരു വാണിയും കൂടെയാണ് ഇന്നലെ രാത്രി നടന്നത്. ഈ പ്രശ്നം അങ്ങനെ കോംപ്രമൈസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അനേക കാര്യങ്ങൾ ഈ കാലയളവിൽ ക്രൈസ്തവ പുരോഹിതർ, എത്ര പുരോഹിതരാണ് ഇങ്ങനെ 2 പുരോഹിതരെ വണ്ടിയിടിച്ച് കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്. 3-4 പേരെ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ ഹറാസ്മെന്റ് ചെയ്തു, അതും കൂട്ടത്തോടെ ഈ കമ്മി ജിഹാദികളെല്ലാം കൂടെ. വട്ടയാൽ സേവ്യർ ഖാൻ അച്ഛനെ, അതേപോലെ ജോൺസൺ പുത്തമ്പരയിൽ അച്ഛനെ, ഇതേപോലത്തെ കുറെ വൈദികരെ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിലൂടെ ഹറാസ്മെന്റ് ചെയ്തിട്ടുള്ളവർ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും ഇവിടുത്തെ ഈ ജിഹാദികളുമാണ്. അതേ കണക്ക് കേസെടുത്ത ആന്റണി അച്ഛന് എതിരെ എന്താണ് ഹലാൽ വിഷയം സംസാരിച്ചു. ഈ കേരളം എന്നൊരു പൊതുസമൂഹത്തിൽ ഈ വർഗീയ ഭക്ഷണം പൊതു ഇടങ്ങളിൽ വിളമ്പുന്നതിനെതിരെ പറഞ്ഞതിനാണ് കേസ്. അദ്ദേഹം ഒരു തീവ്രവാദമോ അല്ലെങ്കിൽ ഇവിടെ ഒരു രാജ്യവിരുദ്ധ പ്രവർത്തനമോ അല്ലെങ്കിൽ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തിയതിന്റെ പേരിലല്ല പുള്ളിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഹലാൽ എന്ന് പറയുന്ന വർഗീയ ഭക്ഷണം പൊതു ഇടങ്ങളിൽ വിളമ്പുന്നതിനെതിരെ അങ്ങേര് സ്വന്തം ഇടവകയിൽ ക്ലാസ് എടുത്തു. അതാണ് അങ്ങേര് ചെയ്ത തെറ്റ്. പാലാപിതാവ് ചെയ്തത് എന്താണ്? ലവ് ജിഹാദ് എന്ന വിപത്തിനെ, നർക്കോട്ടിക് ജിഹാദ് എന്ന വിപത്തിനെ പറ്റി സ്വന്തം ഇടവകയിൽ പറഞ്ഞു. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ കേസെടുക്കുകയും അദ്ദേഹത്തെ വധിക്കാൻ വരെ ശ്രമം ഇവിടെ നടക്കുകയും ചെയ്തത്. അപ്പോഴെല്ലാം കേരള പോലീസ് ഇതെല്ലാം യാദൃശികമായിട്ടും ഈ പറയണ ഒന്നും കണ്ടില്ല എന്ന് നടിച്ചിരുന്ന നിങ്ങൾ ഇന്നലെ ഒരു വൈദികനെ ഇടിച്ചു കൊല്ലാൻ നോക്കിയിട്ട് അതിനെതിരെ പ്രതികരിക്കാൻ ഞങ്ങളെ പോലുള്ളവർ സമ്മതിക്കത്തില്ല എന്ന് പറയുന്ന ധാർഷ്ട്യമുണ്ടല്ലോ, അത് താലിബാൻ പോലീസാണ് ചെയ്യണം. കേരള പോലീസ് ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഈ കേസ് NIA അന്വേഷിക്കണം, വേറൊന്നും വേണ്ട. എന്റെ ഒറ്റ ചോദ്യമുള്ളൂ, താഴെ ഇരിക്കുന്ന നിങ്ങൾ മനസ്സിലാക്കും. ഒരു എത്ര ഒരു കൊടും ക്രിമിനൽ ആവട്ടെ, എത്ര ഒരു കൊടും ഈ പറയുന്ന മദ്യപാനിയോ അല്ലെങ്കിൽ ഈ ഈ നെർക്കോട്ടിക് അടിച്ച് ബോധമില്ലാതെ നടക്കുന്നവനായാലും നിങ്ങളൊന്ന് ആലോചിക്കുക, ഒരു പള്ളിയിലോ ഒരു അമ്പലത്തിലോ കയറി ഇങ്ങനത്തെ ഒരു ഷോ കാണിക്കാൻ, ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ആരെങ്കിലും തുനിയുമോ? ഒരു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ ഇത് ഈ മതം എല്ലാം മാറ്റി വെച്ചിട്ട് ഒരു സാധാരണക്കാരനായിട്ട് നിന്നൊന്ന് ചിന്തിച്ച് നോക്ക്. ഇതിന്റെ പോലത്തെ ഏതെങ്കിലും പള്ളികളിലോ അമ്പലങ്ങളിലോ കയറി ഇത്തരം ഇത്തരം പ്രവൃത്തികൾ ചെയ്യാൻ ആരെങ്കിലും തുനിയുമോ? അവൻ എന്ത് ക്രിമിനലും ആവട്ടെ, ചെയ്യത്തില്ല. അപ്പം ഇതേപോലെ ചെയ്യണമെങ്കിൽ എന്താണ് വേണ്ടത്? അവിടെ ഒരു ഗൂഢാലോചന നടന്നു, ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കണം എന്ന് ചിലർ നടിച്ചിട്ടായിരിക്കണം ഈ അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കിയെന്നാണ് എന്റെ ബലമായ വിശ്വാസം. അല്ലാതെ നോക്കൂ, ഒരു പള്ളി കോമ്പൗണ്ടിന് ആരാധന നടക്കുന്നു, ക്രിസ്ത്യൻ പള്ളിയിൽ ആരാധന നടക്കുന്നു, ആ കോമ്പൗണ്ടിനകത്ത് ആറ് ആറ് 6 ബൈക്കും 2 കാറും കയറ്റി അവിടെ ഈ പറയുന്ന തരത്തിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് അവിടെ ആരാധന തടസ്സപ്പെടുത്തുകയും അവിടെ കിടന്ന് ഷോ കാണിക്കുകയും അവിടെ റേസിംഗ് നടത്തുകയും ചെയ്യുന്നു, മനഃപൂർവ്വം അവിടെ ഒരു ഇഷ്യൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതിനെ ചോദ്യം ചെയ്യാൻ വന്ന വൈദികനെ 2 പ്രാവശ്യം കാർ ഇടിക്കുന്നു. ഒരു പ്രാവശ്യമല്ല, ആദ്യം ഇടിച്ച് വീഴ്ത്തുന്നു, അത് കഴിഞ്ഞിട്ട് ആ പുരോഹിതൻ അവിടെ നിന്ന് ഈ വീണർക്കൊന്ന് എണീക്കാൻ ശ്രമിക്കുമ്പോൾ അടുത്ത കാർ കൊണ്ടുവച്ചിരിക്കുന്നു. അപ്പൊ ഇതൊക്കെ മനഃപൂർവ്വം, ഇതൊക്കെ പ്ലാൻ ചെയ്തല്ല എന്ന് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? അപ്പോ അതിനെതിരെ കേരള പോലീസ് എന്താണ് ഇപ്പൊ നടപടിയെടുത്തിരിക്കുന്നത്? ഇവിടുത്തെ മാധ്യമങ്ങളോ രാഷ്ട്രീയ പാർട്ടികളോ ഇത്രയും ഒരു വിഷയത്തെ ഇവിടെ ആരും സംസാരിക്കുന്നില്ല, അഡ്രസ് ചെയ്യുന്നില്ല. ഇവർ ഈ പറയുന്ന നോർത്ത് ഇന്ത്യയിൽ ഒരു പള്ളിയുടെ മണ്ടയിൽ അവിടെ ഒരു കൊടി വെച്ച് കഴിഞ്ഞാൽ അത് പ്രാദേശിക വിഷയമാണ്. ഇതിൽ കേരള പോലീസിന്റെ ഭാഷയാണ് ഞാൻ പറഞ്ഞത്. അതൊക്കെ പ്രാദേശിക വിഷയമാണ്, യാദൃശ്ചികമായിട്ട് നടക്കുന്ന വിഷയമാണ്. അതിനെ വർഗീയവൽക്കരിക്കുന്നത് ആരാണ് ഇവിടെ കേരളത്തിൽ? വർഗീയവൽക്കരിച്ചത് ആരാണ്? ഇവിടുത്തെ ഇടതുപക്ഷം വലതുപക്ഷം ഇവിടുത്തെ സാംസ്കാരിക നായകന്മാരാണ്, ജിഹാദികളാണ്. അവർ ഈ വിഷയത്തിൽ എവിടെ പോയി?
ഈ ഒരു കൊലപാതക ശ്രമം അതൊരു വൈദ്യനെ തിരിച്ചാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കും. ഒരു ഹിന്ദു സന്യാസിയാണ്, ആ ഒരു അമ്പലത്തിൽ കയറി ഒരു പൂജാരിയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു മോസ്കിൽ കയറിയിട്ട് ഒരു ആ, ഈ ഉസ്താദിനെതിരെയാണ് ഈ ഒരു സംഭവം നടന്നെങ്കിൽ ഇന്ന് കേരളത്തിന്റെ അവസ്ഥ എന്തായിരിക്കുമായിരുന്നു? ഇവിടെ എന്തുമാത്രം വർഗീയ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായേനെ. ക്രൈസ്തവരായിട്ട് ഒന്നും ചെയ്യില്ല. ആവപ്പട ക്രൈസ്തവർ ചെയ്യണത് ഈ പറയുന്ന കുറെ സ്ട്രൈക്ക് അവിടെ നടത്തി. രണ്ടാമത് ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ അവരുടെ വികാരം ആ, ഈ പറയുന്ന പോസ്റ്റിലൂടെ അറിയിക്കുന്നു. അതിനെ തടസ്സപ്പെടുത്താൻ നിങ്ങൾ നിൽക്കണമെങ്കിൽ, കേരള പോലീസ് നിൽക്കണമെങ്കിൽ, കേരള പോലീസ് ഞങ്ങൾക്ക് വിശ്വാസമില്ല, കേരള പോലീസ് താലിബാൻ പോലീസ് ആണെന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ പേരിൽ എന്നെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ അറസ്റ്റ് ചെയ്തോ, എനിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ പറയേണ്ടത് പറഞ്ഞു തന്നെ പോകണം. കേരള പോലീസ് താലിബാൻ പോലീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. വായ മൂടി കെട്ടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇസ്ലാമിക തീവ്രവാദികളെ അഴിഞ്ഞാടാൻ വിട്ടിരിക്കുകയാണ്. ഇവിടെ കേരള പോലീസും ഇവിടുത്തെ ഭരണ പ്രതിപക്ഷ സാംസ്കാരിക നായകന്മാരും എല്ലാവരും കൂടെ ഇസ്ലാമിക തീവ്രവാദികളെ അഴിഞ്ഞാടാൻ വിട്ടിരിക്കുന്നു. ഇപ്പൊ നിങ്ങളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പെരുമാറ്റത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, ഇവിടുത്തെ ക്രൈസ്തവരും ഇവിടുത്തെ ഹൈന്ദവരും കേരളം വിട്ട് ഓടിക്കോ, നിനക്കൊക്കെ ഇവിടെ ഒന്ന് സംസാരിക്കാനുള്ള വോയിസ് ഇല്ല, നിനക്കൊക്കെ ഇവിടെ സംസാരിക്കണമെങ്കിൽ ജീവിക്കണമെങ്കിൽ ഇസ്ലാമിന്റെ കാൽ കീഴിൽ കിടക്കണോ, അടിമയായിട്ട് കിടക്കുക. ഇത് തന്നെയാണ് നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയം. അതാണ് ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തെ, ഞങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ വാ മൂടി കെട്ടാനാണ് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ ഈ പറയുന്ന ഞങ്ങളെ അടിച്ചമർത്താൻ നോക്കുന്ന നിങ്ങളുടെ വായ മൂടി കെട്ടാൻ ഇവിടെ കേരള പോലീസ് ആരും ശ്രമിച്ചിട്ടില്ല. പല കള്ളത്തരവും പല ഇതും ഇവിടെ കൊണ്ടുവന്നിരുന്നുണ്ട്, ശ്രമിച്ചിട്ടില്ല. മാന്യ മര്യാദയ്ക്ക് റോഡിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ, അല്ലെങ്കിൽ ഒരു ദേശവിരുദ്ധ പ്രവൃത്തിയിലൂടെ ഇല്ലാണ്ട് മാന്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ കൂടെ ഞങ്ങളുടെ വികാരം ഈ പോസ്റ്റിലൂടെ ഇടുമ്പോൾ അതിനെ അടിച്ചമർത്താനാണ് ശ്രമമെങ്കിൽ, ഒന്ന് കേരള പോലീസ് നിങ്ങൾ അറസ്റ്റ് ചെയ്യേണ്ടി വരണമെങ്കിൽ ജയിലിൽ നിറയും. നിങ്ങൾ ജയിലിൽ നിറയും. ഇപ്പൊ നിങ്ങൾ ജയിലിൽ ആരാണ് കിടക്കണമെന്ന് പറഞ്ഞ്, ഒന്നുകിൽ തീവ്രവാദ കേസിൽ പെടുന്ന ഇസ്ലാം സമുദായത്തിലുള്ളത്, അല്ലെങ്കിൽ പീഡന കേസിൽ പെടുന്ന ഇസ്ലാം സമുദായത്തിൽ, അതല്ലാണെങ്കിൽ ഗോൾഡ്, അല്ലെങ്കിൽ നെർക്കോട്ടിക്. ഇതല്ല ഇപ്പൊ ജയിലിനകത്ത് കിടക്കുന്നത്. അവരെ കൂട്ടത്ത് സ്വന്തം സമുദായത്തിന് വേണ്ടിയിട്ട്, സ്വന്തം സമുദായത്തെ നശിപ്പിക്കാൻ പറഞ്ഞ കീടങ്ങൾക്കെതിരെ പ്രതികരിച്ചതിന്റെ പേരിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളെ നിറയ്ക്കാം. ആ കൂടി ക്രിമിനലിന്റെ കൂടെ ഞങ്ങളെ കൊണ്ടിടാം. ഇതേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതാണ് ഇന്ന് കേരളം നടന്നു കേട്ടുകൊണ്ടിരിക്കുന്നത്.